ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പം നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. 2012, 13, 14 UPSC ചോദിച്ച പ്രിലിംസ് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇൻ ഇന്ത്യ, അതർ ദാൻ ensuring that public funds are used efficiently and for intended purpose, what is the importance of the office of CAG? In India, other than ensuring the public funds are used efficiently and for intended purpose എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിൽ പൊതുഫണ്ടുകൾ കാര്യക്ഷമമായും ഉദ്ദേശിച്ച ഉദ്ദേശത്തിനുമായി ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് പുറമെ, അതായത് പൊതുഫണ്ടുകൾ പബ്ലിക് ഫണ്ട്സ് കാര്യക്ഷമമായും എഫിഷ്യൻലിയും അതുപോലെ തന്നെ ഉദ്ദേശിച്ച ഉദ്ദേശത്തിനായി ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയാണോ അത് എടുത്തത് അതിനു വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്, വേറെ രീതിയിലൊന്നും പോകുന്നില്ല, ഉറപ്പാക്കുന്നതിന് പുറമെ. ഇത് കൂടാതെ CAG, കോംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ഉത്തരം ഓപ്ഷൻ സി ആണ്. 2 and 3. 2ഉം 3ഉം ആണ് കറക്റ്റ്. 2ഉം 3ഉം. CAG reports on the execution of projects or programs by the ministries are discussed by the PSC. PSCനെ കുറിച്ച് ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇവരുടെ റിപ്പോർട്ട്സ്, എന്തിന്റെ റിപ്പോർട്ട്സ്, എന്തെങ്കിലും പ്രൊജക്ട്സോ പ്രോഗ്രാംസിന്റെ ഒക്കെ ഇതെല്ലാം ഇത് ചെയ്യും, ഡിസ്കസ് ചെയ്യും PSC. Information from CAG reports can be used by investigating agencies to press charges against those who are violated the law while managing the public finance. അതായത് പബ്ലിക് ഫിനാൻസ്, ഗവൺമെന്റിന്റെ പൈസ മാനേജ് ചെയ്തൊക്കെ ആരെങ്കിലും ഒക്കെ വയലേറ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഈ CAGയുടെ ഇൻഫോർമേഷനിൽ നിന്നുള്ള റിപ്പോർട്ട്സിൽ നിന്നുള്ള ഇൻഫോർമേഷൻ ആണ് ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ CAGക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവരുടെ കാര്യങ്ങളൊക്കെ PSC, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഡിസ്കസ് ചെയ്യും. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് ഒക്കെ ഇവരുടെ റിപ്പോർട്ട്സ് ആണ്. ആരെങ്കിലും പബ്ലിക് ഫിനാൻസിനെ എന്തെങ്കിലും വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന്റെ നിയമങ്ങൾ എന്തെങ്കിലും വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ റിപ്പോർട്ടൊക്കെയാണ് അവിടെ എടുക്കുന്നത്. അപ്പൊ കുറച്ച് ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് CAG ആയിട്ട് ബന്ധപ്പെട്ട്, ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ 2ഉം 3ഉം ആണ് കറക്റ്റ്. ജസ്റ്റ് ഒന്ന് പറയാണ്, CAG ഫുൾ ഫോം എന്താ? ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ആർട്ടിക്കിൾ 148. ആർട്ടിക്കിൾ ഓർത്തിരിക്കുക, എക്സാമിന് ചോദിച്ചിരിക്കുന്നതാണ്. 148 ആണ്. ഈസ് ദ സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ റെസ്പോൺസിബിൾ ഫോർ ഓഡിറ്റിംഗ് all receipts and expenditure of the government of India and the state governments. ഓഡിറ്റ് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ചെയ്യുന്നത് മാത്രമാണ്. ഓഡിറ്റിംഗ് മാത്രമാണ്. ഒരു എക്സാമിന് ചോദിച്ചതാ, കൺട്രോളിംഗ് ഇല്ല, ഓഡിറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇൻക്ലൂഡിംഗ് ഓട്ടോണോമസ് ബോഡീസ് ആൻഡ് കോർപ്പറേഷൻ സബ്സ്റ്റൻഷ്യലി ഫിനാൻസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഫിനാൻസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഏതൊക്കെ ഓട്ടോണോമസ് ആയിട്ടുള്ള ബോഡീസിലും കോർപ്പറേഷൻസിലും ഒക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഫിനാൻസ് ചെയ്യുന്നതെങ്കിലും അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ റിസീപ്റ്റ്സും എക്സ്പെൻഡിച്ചറും ഒക്കെ ഇവർ ഓഡിറ്റ് ചെയ്യും. ആർട്ടിക്കിൾ 148 ആണ്. ശ്രദ്ധിക്കുക, ഓഡിറ്റിംഗ് മാത്രമേ ഉള്ളൂ, കൺട്രോളിംഗ് ഇല്ല. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ് UPSCയുടെ പ്രിലിംസിൽ തന്നെ. അടുത്തത്, ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഓർ ഹെർ അപ്പോയിന്റ്മെന്റ് എങ്ങനെയായിരിക്കണം? ഉത്തരം ഓപ്ഷൻ എ ആണ്. Need not necessarily be a member of one of the houses of the parliament, but must become a member of one of the houses within 6 months. അതായത് ആ ഒരു സമയത്ത് പ്രൈം മിനിസ്റ്റർ ആകുന്ന സമയത്ത് നീഡ് നോട്ട് നെസസറിലി, അത്ര ഒരു നെസസറിലി അല്ല, ആവശ്യമല്ല മെമ്പർ ആവണമെന്നുള്ളത്. പക്ഷെ 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ഹൗസിൽ, ഒന്നെങ്കിൽ രാജ്യസഭ അല്ലെങ്കിൽ ലോക്സഭ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് മസ്റ്റ് ബിക്കേം എ മെമ്പർ ഓഫ് വൺ ഓഫ് ദ ഹൗസസ് വിത്തിൻ 6 months. 6 മാസം. നമുക്കറിയാം, നമ്മുടെ മൻമോഹൻ സിംഗ് രാജ്യസഭയിലെ മെമ്പർ ആയിരുന്നു. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്ന ലോക്സഭ എന്ന് മാത്രമാണ്, അതവിടെ വരത്തില്ല. ഏതെങ്കിലും ഒരു ഹൗസിലെ മെമ്പർ ആയാൽ മതി. അഥവാ മെമ്പർ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ മെമ്പർ ആകണം. ഓക്കെ, എ ആണ് ആൻസർ. അടുത്തത്, വിത്ത് റെഫറൻസ് ടു ദ ഡീലിമിറ്റേഷൻ കമ്മീഷൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഡീലിമിറ്റേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. രണ്ടും ശരിയാണ്. ദ ഓർഡേഴ്സ് ഓഫ് ദ ഡീലിമിറ്റേഷൻ കമ്മീഷൻ കനോട്ട് ബി ചാലഞ്ചഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ. നമുക്ക് കോർട്ട് ഓഫ് ലോ അവിടെ നമുക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല.
when the orders of the delimitation commission are laid before the Lok Sabha or the legislative assembly. ഇവരുടെ ഓർഡേഴ്സ് ഒക്കെ അവിടെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ they cannot affect any modifications in the orders. ലോക്സഭയ്ക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും ഒരു രീതിയിലുള്ള മോഡിഫിക്കേഷൻസും അവിടെ പറ്റത്തില്ല. they cannot affect any modification in the orders എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ? ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. cannot be challenged by law ആണ്. അതുപോലെ തന്നെ cannot affect any modification in orders. അത് രണ്ടും ശരിയാണ്. കഴിഞ്ഞ സെൻസസ് അടിസ്ഥാനമാക്കി നിയമസഭ ലോക്സഭ മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയിക്കുന്നതിനുള്ള ചുമതലയുള്ള ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ ഗവൺമെന്റ് സ്ഥാപിച്ച ഒരു കമ്മീഷനാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. എന്താണ്? നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും, അതായത് സംസ്ഥാന നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കുള്ള അതിർത്തി പുനർനിർണയിക്കുന്നതാണ് ഇവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. 2002 ലിമിറ്റേഷൻ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം 2001 സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ മണ്ഡലങ്ങളുടെ ലിമിറ്റേഷൻ നടത്തിയത്. ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. അതിന്റെ ഉത്തരവുകളെ ഒരു കോടതിക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഉത്തരവുകൾ ലോക്സഭയ്ക്കും അതത് സംസ്ഥാന നിയമസഭകൾക്കും മുമ്പാകെ സമർപ്പിക്കുന്നു. എന്നിരുന്നാലും മാറ്റങ്ങൾ അനുവദനീയമല്ല. അതാണ് ഇപ്പൊ നമ്മൾ ചോദിച്ചത്. അതാണ് ഇവര് ചോദിച്ചത്. അടുത്ത ഡീലിമിറ്റേഷൻ 2026 മുമ്പ് നടത്താൻ കഴിയില്ല. കാരണം നമുക്കറിയാം സെൻസസ് ഇപ്പൊ 2001 സെൻസസിന്റെ ബേസിലാണ് ഇത് പോകുന്നത്. കണ്ടോ, ഇത് രണ്ടുമല്ലേ ഇവിടെ നമ്മൾക്കിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. അതിന്റെ ഉത്തരവുകളെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും ഒക്കെയാണ് ഓർഡേഴ്സ്, ഉത്തരവുകളൊക്കെ അവർ സമർപ്പിക്കുന്നെങ്കിൽ പോലും മാറ്റങ്ങൾ അനുവദനീയമല്ല. The orders of the delimitation commission cannot be challenged in a court of law. When the orders of the delimitation commission are laid before the Lok Sabha or state legislative assembly, they cannot affect any modifications in the orders. രണ്ടും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, ഓർത്തിരിക്കുക. According to the Constitution of India, it is the duty of President of India to cause to be laid before the Parliament of which of the following? ഏതൊക്കെയാണ് പാർലമെന്റിൽ ഇതിൽ പ്രസിഡന്റിന്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്? ഇറ്റ് ഇസ് എ ഡ്യൂട്ടി ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ടു കോസ് ടു ലേഡ് ബിഫോർ ദ പാർലമെന്റ്. പാർലമെന്റ് മുമ്പിൽ ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 3, 4. The recommendations of the Union Finance Commission വരുന്നുണ്ട്. The report of the Comptroller and Auditor General വരുന്നുണ്ട്. The report of the National Commission for Scheduled Caste വരുന്നുണ്ട്. ഇതുണ്ടല്ലോ റിപ്പോർട്ട് ഓഫ് ദ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, അത് വരുന്ന എവിടെയാന്ന് വെച്ചാൽ സ്പീക്കറിന്റെ മുമ്പിലാണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി സബ്മിറ്റ് ഇറ്റ്സ് റിപ്പോർട്ട്സ് ടു ദ ലോക്സഭ സ്പീക്കർ ആണ്. ബാക്കി മൂന്നും പ്രസിഡന്റിന്റെ ഇതോടുകൂടി എന്താണ് പാർലമെന്റ്, അങ്ങനെ ഒരു ഇതിലേക്കാണ് പോകുന്നത്. റെക്കമെൻഡേഷൻസ് ഓഫ് ദ യൂണിയൻ കമ്മീഷൻ ഫിനാൻസ് കമ്മീഷൻ, ദ റിപ്പോർട്ട് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ദ റിപ്പോർട്ട് ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഓക്കെ, അത് മാത്രം പോകുന്ന ലോക്സഭയിലേക്കാണ്. ഇന്നലെ നമ്മൾ പഠിച്ചതാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി 22 മെമ്പേഴ്സ് ഉണ്ട് അല്ലെ, നമ്മൾ പഠിച്ചതാണ്, അത് ഓർത്തിരിക്കുക. A deadlock between the Lok Sabha and the Rajya Sabha calls for a joint sitting of the Parliament during the passage of. മീനിങ് എന്താണ്? രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും ഇടയിലുള്ള സ്തംഭനാവസ്ഥ, ഡെഡ്ലോക്ക്, അതായത് ആ ഒരു തടസ്സം പാസ്സാക്കുമ്പോൾ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ആവശ്യപ്പെടുന്നു. രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും ഇടയിലുള്ള സ്തംഭനാവസ്ഥ, ദ ഡെഡ്ലോക്ക് ബിറ്റ്വീൻ ദ രാജ്യസഭ ആൻഡ് ദ ലോക്സഭ. എന്തെങ്കിലും ഒരു തടസ്സം അവിടെ വന്നാൽ എന്താണ്, ഒരു ജോയിനിങ് സിറ്റിങ്ങിന് വേണ്ടി വിളിക്കും അല്ലെ, പാസ്സാക്കുമ്പോൾ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ആവശ്യപ്പെടുന്നു. അതിന് നമുക്ക് എന്താ വേണ്ടത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ലൊക്കെ വേണ്ട, നമുക്ക് ഓർഡിനറി ലെജിസ്ലേച്ചർ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഒള്ളി 1 ആണ്. നമുക്കൊരു ഓർഡിനറി ലെജിസ്ലേഷൻ, സാധാരണ ഒരു ലെജിസ്ലേഷന്റെ ആവശ്യം മാത്രമാണ് അവിടെ ഉള്ളൂ. ഓക്കെ, അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഏതൊക്കെയാണ് ഇതിനകത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1, 3 and 4. 1, 3 and 4. 1, 3, 4. To preserve the rich heritage of our composite culture, to develop the scientific temper and spirit of inquiry, to strive towards excellence in all spheres of individual and collective activity, to protect the weaker sections from social justice എന്ന് പറയുന്ന കാര്യം ഇതിനകത്ത് വരുന്നില്ല. What is the provision to safeguard the autonomy of the Supreme Courts of India? സുപ്രീം കോടതികൾ നമുക്കറിയാം, നമ്മുടെ സുപ്രീം കോർട്ട്, നമ്മുടെ ജുഡീഷ്യറി എന്ന് പറഞ്ഞ ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്.
ലെജിസ്ലേറ്ററോ എക്സിക്യൂട്ടീവ് ആയിട്ടൊന്നും അതിനൊരു ബന്ധമില്ല. അതൊരു ഓട്ടോണോമസ് ആണ്, അതിനൊരു ഓട്ടോണമി ഉണ്ട്, സ്വയംഭരണ ഇതുണ്ട്, സ്വയംഭരണം ഉണ്ട്. അപ്പൊ അതൊക്കെ സേഫ് ഗാർഡ് ചെയ്യാൻ, സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രൊവിഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം ആണ്. നോക്കിക്കേ. While appointing the Supreme Court judges, the President of India has to consult the Chief Justice of India. നോക്കിക്കേ, നമുക്ക് സുപ്രീം കോടതിയിലേക്കുള്ള ജഡ്ജസിനെയൊക്കെ നിയമിക്കണമെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് അവിടെ അപ്പോയിന്റ് ചെയ്ത് നിയമിക്കുന്നത്. പക്ഷെ ആരെയും കൂടെ കൺസൾട്ട് ചെയ്തിരിക്കണം? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യനെയും കൂടെ കൺസൾട്ട് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, ദ സാലറീസ് ഓഫ് ജഡ്ജസ് ആർ ചാർജ്ഡ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ടു വിച്ച് ദ ലെജിസ്ലേറ്റർ ഡസ് നോട്ട് ഹാവ് ടു വോട്ട്. കണ്ടോ, നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് അവരുടെ സാലറി ഒക്കെ ചാർജ് ചെയ്യുന്നത്. അവിടെ ലെജിസ്ലേറ്ററിന്റെ ഇതൊന്നും അവിടെ വരുന്നില്ല. ഓക്കെ. The Supreme Court judges can be removed by the CAG only. അതവിടെ തെറ്റാണ്, അതവിടെ പോസിബിൾ അല്ല. All appointments of officers and staffs of the Supreme Court are made by the government ആണോ? അല്ല. നമ്മൾ ഒരു UPSCയുടെ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ കണ്ടതാണ്. ആർട്ടിക്കിൾ 146 പ്രകാരം അല്ലെ, ആർട്ടിക്കിൾ 146 പ്രകാരം സുപ്രീം കോടതിയിലെ ഓഫീസേഴ്സിനെയും സ്റ്റാഫ്സിനെയും എല്ലാം അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ തന്നെയാണ് അവരെ നിയമിക്കുന്നത്. ഓഫീസേഴ്സ് ആണെങ്കിലും സ്റ്റാഫ്സ് ആണെങ്കിലും സെർവൻസ് ആണെങ്കിലും ആർട്ടിക്കിൾ 146 പ്രകാരം. ഹൈക്കോർട്ടിലാണെങ്കിൽ ആർട്ടിക്കിൾ 229 പ്രകാരം ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആണ് അവരെ എല്ലാവരെയും നിയമിക്കുന്നത്. അതുകൊണ്ട് അത് എന്താണ്, ഗവൺമെന്റിന്റെ ഇതിലേക്കല്ല വരുന്നത്. അതും അവരുടെ ഓട്ടോണോമിയുടെ ഭാഗമാണത്, സ്വരം ഭരണ അവകാശത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണത്. The National Green Tribunal Act 2010 was enacted in the consonance with which one of the following provisions of the Constitution of India? National Green Tribunal Act 2010 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതൊക്കെ പ്രൊവിഷൻ ആയിട്ടാണ് വരുന്നത്? only one ആണ്. Right to healthy environment constructed as a part of right to life under Article 21. നമുക്കറിയാം ആർട്ടിക്കിൾ 21 ഏത്? റൈറ്റ് ടു ലൈഫ് ആണ്, ജീവിക്കാനുള്ള അവകാശം. അതിനകത്തുള്ള നമ്മുടെ ഒരു അവകാശമാണ് ഹെൽത്തി എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നത് നമ്മുടെ ഒരു അവകാശമാണ്. ഓക്കെ. ഷെഡ്യൂൾഡ് ഏരിയാസ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് വരേണ്ട ആവശ്യം ഇവിടെ ഇല്ല. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ഗ്രാമസഭ ഇതിലേക്ക് വരേണ്ട കാര്യമില്ല. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. Consider the following provisions under the directory principles of state policy as enshrined in the Constitution of India. ഇതിനകത്ത് ഏതൊക്കെയാണ് വരുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 and 3 ആണ് വരുന്നത്. ഓർഗനൈസിംഗ് വില്ലേജ് പഞ്ചായത്ത്സ്, പ്രൊമോട്ടിംഗ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഇൻ റൂറൽ ഏരിയാസ്. യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 44 ആണ് അല്ലേ, നമുക്കറിയാവുന്നതാണ്. സെക്യൂറിംഗ് ഫോർ ഓൾ ദ വർക്കേഴ്സ് റീസണബിൾ ലെഷർ ആൻഡ് കൾച്ചറൽ ഓപ്പർച്യൂണിറ്റീസ്. 2ഉം 3ഉം ആട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. ബി ആണ് 2ഉം 3. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ്? ഉത്തരം വരുന്നത് ഡി, നൺ. ഒന്നും കറക്റ്റ് അല്ല. യൂണിയൻ ടെറിട്ടറീസ് ആർ നോട്ട് റെപ്രസെന്റഡ് ഇൻ ദ രാജ്യസഭ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്. ഡൽഹിയും ജമ്മു കാശ്മീരും അതുപോലെ തന്നെ ഏതാണ്, പുതുച്ചേരിയും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് വിത്തിൻ ദ പെർവ്യൂ ഓഫ് ദി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ടു അബ്ജഡിക്കേറ്റ് ദ ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ്. ആണോ? അല്ല. ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ് ഇപ്പൊ പ്രസിഡന്റിന്റെ വൈസ് പ്രസിഡന്റിന്റെ ഒക്കെ ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ് വരുമ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ല, സുപ്രീം കോർട്ട് അവിടെ തീരുമാനിക്കുന്നത്. According to the Constitution of India, the Parliament consists of Lok Sabha and Rajya Sabha only ആണോ? പാർലമെന്റ് എന്ന് പറയുമ്പോൾ ലോക്സഭ വരും, രാജ്യസഭ വരും, പ്രസിഡന്റും കൂടെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് ഇത് മൂന്നും തെറ്റാണ്. Regarding the office of the Lok Sabha Speaker, consider the following statement. ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, only 3 ആണ്. only 3. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരി. He or she holds the office during the pleasure of the president. ആണോ? പ്രസിഡന്റിന്റെ പ്ലഷർ ആണോ? അല്ല. The Lok Sabha Speaker holds the office during the pleasure of the House. ലോക്സഭ തന്നെയാണ്, നോട്ട് ദ പ്രസിഡന്റ്. ലോക്സഭയാണ് ഒരു സ്പീക്കറിനെ നീക്കം ചെയ്യണമെങ്കിൽ അവര് തന്നെയാണ് അതിന്റെ തീരുമാനം എടുക്കേണ്ടത്, പ്രസിഡന്റ് അല്ല. അവിടെ പല രീതിയിലുള്ള വോട്ടിങ്ങിനോട് കൂടി നമ്മൾ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് അല്ല, പ്ലഷർ ഓഫ് ദ ഹൗസ് തന്നെയാണ്. He or she need not be a member of the house at the time of his or her election, but has to become member of the house within 6 months from the date of his. ഇത് തെറ്റെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതും തെറ്റാണ്. only 3 ആണ് കൊടുത്തിരിക്കുന്നത്. If he or she intends to resign, നമുക്കറിയാം സ്പീക്കറിന് റിസൈൻ ചെയ്യണമെങ്കിൽ, രാജിവെക്കണമെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർക്ക് കൊടുത്താൽ മതി റെസിഗ്നേഷൻ ലെറ്റർ.
അടുത്ത നോക്കിക്കേ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അധികാര പരിധി. അതിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1 and 4 ആണ്. ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് വൺ ഓർ മോർ സ്റ്റേറ്റ്സ്. നമ്മുടെ ഗവൺമെന്റും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും ഏതെങ്കിലും ഒരു സ്റ്റേറ്റോ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്സ് തമ്മിലുള്ള എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വഴക്ക് വരികയാണെങ്കിൽ പിന്നെ എന്താണ്? എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ 2 or more സ്റ്റേറ്റ്സ്. രണ്ടോ രണ്ടിൽ കൂടുതലോ സ്റ്റേറ്റ്സുകൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് വരികയാണെങ്കിലും പരിഹരിക്കേണ്ടത് ആരാണ്? സുപ്രീം കോർട്ടാണ്. അത് ഏതിന്റെ ജൂറിസ്ഡിക്ഷനിലാണ് വരുന്നത്? ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. നമ്മൾ പല ക്വസ്റ്റ്യൻസും കണ്ടതാണ്, ഉറപ്പായിട്ടും നോട്ട് ചെയ്യുക. Which of the following provisions of the Constitution of India having bearing on education? വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2 and 5. Directory Principles of State Policy, Rural and Urban Local Bodies, 7th Schedule. ഇത്രയും കാര്യങ്ങളിനകത്ത് എഡ്യൂക്കേഷന്റെ ഇത് വരുന്നുണ്ട്, നോട്ട് ചെയ്യാട്ടോ. DPSB 7th Schedule വരുന്നുണ്ട്, 1, 2 and 5. What will follow if a money bill is substantially amended by the Rajya Sabha? എന്ത് ഫോളോ ചെയ്യും അവിടെ? ഉത്തരം ഓപ്ഷൻ എ ആണ്. What will follow if a money bill is substantially amended by the Rajya Sabha എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മള് മണി ബില്ലിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ് ചെയ്തതാണ് അല്ലേ? വളരെ ഡീറ്റെയിൽ ആണ്. ഏത് ആർട്ടിക്കിളിനകത്താണ് ഇത് വരുന്നത്? ഏത് ആർട്ടിക്കിൾ ആണ്? ആർട്ടിക്കിൾ 110 വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. What will follow if a money bill is substantially amended by the രാജ്യസഭ? രാജ്യസഭ അമെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താകും എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. The Rajya may still proceed with the Lok Sabha may still proceed with the bill accepting or not accepting the recommendations of the Rajya Sabha. അവരെന്താണ്? ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ എന്താണ്? or not accepting the recommendations of the Rajya Sabha. Which one of the following statements is correct? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. In the case of union territory having a legislative setup, the chief minister is appointed by the lieutenant general on the basis of majority support. ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചീഫ് മിനിസ്റ്ററിനെ ലഫ്റ്റനന്റ് ഗവർണർ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. രണ്ടും കറക്റ്റ് അല്ല, രണ്ടും റോങ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതായത് an amendment to the Constitution of India can be initiated by an introduction of a bill in the Lok Sabha only എന്നാണ് പറഞ്ഞത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെൻഡ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് ചെയ്യാം. എന്തായാലും ഇവരിവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളും തെറ്റാണ്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ can take of ജനറൽ ഓഫ് ഇന്ത്യ, ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2 and 3. ഉത്തരം ഓപ്ഷൻ സി ആണ്. Take part in the proceedings of the Lok Sabha, be a member of a committee of the Lok Sabha, speak in the Lok Sabha. പക്ഷെ വോട്ട് ചെയ്യാൻ പറ്റൂ? ഇല്ല. അദ്ദേഹത്തിന് സ്പീക്ക് ചെയ്യാം, പറയാനുള്ള അവകാശമുണ്ട്, ഇരിക്കാൻ പ്രൊസീഡിങ്സിലൊക്കെ ഇരിക്കാനുള്ള അവകാശമുണ്ട്, പക്ഷെ ലോക്സഭയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. 1, 2 and 3 ആണ് കറക്റ്റ് ആൻസർ. അറ്റോർണി ജനറൽ നമ്മൾ ഒരുപാട് കണ്ടതാണ്. Which of the following bodies does not find mention in the Constitution of India? ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ഇതൊന്നും വരുന്നില്ല. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ? അല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ? അല്ല. പ്ലാനിംഗ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ? അല്ല. സോണൽ കൗൺസിൽസും എന്തല്ല? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. സോണൽ കൗൺസിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? സോണൽ കൗൺസിൽസ് ഇൻ ഇന്ത്യ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. കണ്ടോ, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അല്ല. എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 1956. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 പ്രകാരം ഫോം ചെയ്തതാണ്. ടു ഫെസിലിറ്റേറ്റ് കോർപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ എമോങ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് വിത്ത് സ്പെസിഫിക് സോൺസ്. ഒരു കോർപ്പറേഷനും കോർഡിനേഷനും ഒക്കെ സ്റ്റേറ്റ്സിനും
വരുത്താൻ വേണ്ടി ആൻഡ് പ്രൊമോട്ടിംഗ് റീജിയണൽ ഡെവലപ്മെന്റ് ആൻഡ് റിസോൾവിംഗ് ഡിസ്പ്യൂട്ട്സ് അതിനുവേണ്ടി ഫോം ചെയ്തതാണ് സോണൽ കൗൺസിൽസ്. ഇത് മൂന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടില്ല. സോണൽ കൗൺസിൽസ് എന്നൊക്കെ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. The parliament can make any law for all or any part of the country for implementing international treaties. International, അന്തർദേശീയ ട്രീറ്റീസ്, സന്ധികൾ, ഉടമ്പടികളൊക്കെ കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരേണ്ടത്. പാർലമെന്റ് ക്യാൻ മേക്ക് എനി ലോ ഫോർ ദ വോൾ. ഒന്നെങ്കിൽ നമ്മുടെ മുഴുവൻ രാജ്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തിനു വേണ്ടിയാണ് ഇന്റർനാഷണൽ ട്രീറ്റീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി. അതിന് കൺസെന്റ് ആവശ്യമുണ്ടോ? ഇല്ല. വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് എനി സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ കൺസെന്റ് ആവശ്യമുണ്ടോ അവിടെ? ഇല്ല. നമുക്ക് സോവറിനിറ്റി, പരമാധികാരമുണ്ട്. നമ്മുടെ രാജ്യത്തിലെ സെൻട്രൽ ഗവൺമെന്റിന് തന്നെ തീരുമാനിക്കാം. സ്റ്റേറ്റ്സിന്റെ കൺസെന്റിന്റെ ആവശ്യം അവിടെ ഇല്ല. Economic justice, the objectives of the constitution has been as one of the Indian provide. Economic justice എവിടെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? നമുക്കറിയാം, പ്രയാമ്പിളിലും കൊടുത്തിട്ടുണ്ട് എക്കണോമിക് ജസ്റ്റിസ്. അതുപോലെ തന്നെ എക്കണോമിക് സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിക്കകത്തും എക്കണോമിക് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വരുന്നുണ്ട്. ഓർത്തിരിക്കുക. According to the Constitution of India, which of the following are fundamental for the governance of the country? ഏതാണ്? ഓക്കെ, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താന്ന് കേട്ടോ തോന്നുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താട്ടോ. അടുത്തത് കൺസിഡർ ദ ദ പാർലമെന്ററി കമ്മിറ്റി ഓൺ പബ്ലിക് അക്കൗണ്ട്സ്. നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 and 3 ആണ് കറക്റ്റ്. 2 and 3 ആണ് കറക്റ്റ്. സ്ക്രൂട്ടനൈസസ് appropriation finance accounts of government. ഗവൺമെന്റ് ഫിനാൻസ് അക്കൗണ്ട്സ് of the auditor examines the report of controller and general of India. CAG-യുടെ എന്തും കൂടെ നോക്കുന്നുണ്ട്, റിപ്പോർട്ടും കൂടി ഇവര് നോക്കുന്നുണ്ട്, എക്സാമിൻ ചെയ്യുന്നുണ്ട്. 25 മെമ്പേഴ്സ് ആണോ? 22 മെമ്പേഴ്സ് ആണുള്ളത്. 15 പേര് ലോക്സഭയിൽ നിന്നും 7 പേര് രാജ്യസഭയിൽ നിന്നും, അങ്ങനെ 22 മെമ്പേഴ്സ് ആണുള്ളത്. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, നോട്ട് ചെയ്ത് വെക്കുക. In the context of India, which of the following principles are implied institutionally by the parliamentary government? Parliamentary government എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 and 2 ആണ്. Members of the cabinet are members of the parliament. Ministers hold the office till they enjoy confidence in the parliament. അവർക്ക് കോൺഫിഡൻസ് ഉള്ളത് കൂട്ടാലോ. ക്യാബിനറ്റ് ഈസ് ഹെഡഡ് ബൈ ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണോ? അല്ല. ക്യാബിനറ്റ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണോ ഹെഡ് ചെയ്യുന്നത്? അല്ല, അത് തെറ്റാണ്. ബാക്കി രണ്ടും നമുക്ക് പാർലമെന്ററി ഗവൺമെന്റ്, ക്യാബിനറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതിനകത്തും ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എല്ലാം കറക്റ്റ് ആണ്. ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദ സെന്റർ ഷാൽ ബി കളക്ടീവ്ലി റെസ്പോൺസിബിൾ ടു ദ പാർലമെന്റ്. അതായത് ദ എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേറ്റർ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആരോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു? പാർലമെന്റിനോട്, അതായത് ലെജിസ്ലേറ്ററിനോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. ദ യൂണിയൻ മിനിസ്റ്റേഴ്സ് ഷാൽ ഹോൾഡ് ദ ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. കറക്റ്റ് ആണ്. ദ പ്രൈം മിനിസ്റ്റർ shall communicate to the president of India about the proposals for legislation. അതും കറക്റ്റ് ആണ്. 1, 2, 3 ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. only 1 ആണ്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഈസ് ആൻ ഓർഗൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ. ശരിയല്ലേ? പ്ലാനിംഗ് കമ്മീഷന്റെ ഒരു ഓർഗൻ ആണ്. ബാക്കിയെല്ലാം തെറ്റാണ്. അടുത്തത് ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നെയ്തർ 1 nor 2. രണ്ടും കറക്റ്റ് അല്ല. രണ്ടും കറക്റ്റ് അല്ല. ദ ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദ രാജ്യസഭ ആർ നോട്ട് ദ മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്. ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനും ഉണ്ട്. ഒരാളുടെ കാര്യം മാത്രമല്ല, രണ്ടുപേരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. വൈ ദ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ 2 houses of the parliament have no voting right in the presidential election. They have the right to vote in the election of the vice president. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ, ഇതൊക്കെ ഓൾറെഡി വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ചെയ്തിട്ടുണ്ട്. With a reference to the National Legal Service Authority, consider the following statements ആണ്. ലീഗൽ സർവീസ് അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഉത്തരം ഓപ്ഷൻ സി ആണ്. രണ്ടും കറക്റ്റ് ആണ്. Its objective is to provide free and competent legal service to the weaker section of the society on the basis of
ഈക്വൽ ഓപ്പർച്യൂണിറ്റി. വീക്കർ സെക്ഷൻസിന് ഫ്രീ ആയിട്ടുള്ള ലീഗൽ സർവീസ് കൊടുക്കുക. ഇറ്റ് ഇഷ്യൂസ് ഗൈഡൻസ് ഫോർ ദ സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റീസ് ടു ഇംപ്ലിമെന്റ് ദ ലീഗൽ പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ് ത്രൂ ഔട്ട് ദ കൺട്രി. അതും കറക്റ്റ് ആണ്. Who among the following constitute the National Development Council? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ NDC ആരൊക്കെയാണ് വരുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 1, 3, 4. ദ പ്രൈം മിനിസ്റ്റർ, മിനിസ്റ്റേഴ്സ് ഓഫ് ദ ക്യാബിനറ്റ്, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്. ദ ചെയർമാൻ ഫിനാൻസ് കമ്മീഷൻ വരുമോ? ഇല്ല. പ്രൈം മിനിസ്റ്റർ വരും NDCക്കകത്ത്. യൂണിയൻ ക്യാബിനറ്റിലെ മിനിസ്റ്റേഴ്സ് വരും, സ്റ്റേറ്റ്സിലെ ചീഫ് മിനിസ്റ്റേഴ്സും വരും. ഓക്കെ. കൺസിഡർ ദ ഫോളോയിങ് ലാംഗ്വേജസ്. ഇതിനകത്ത് ഏതൊക്കെയാണ് ക്ലാസിക്കൽ ലാംഗ്വേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ആണല്ലേ, കന്നഡയും തെലുങ്കും. ഇപ്പൊ ക്ലാസിക്കൽ ലാംഗ്വേജസിന്റെ നമ്പർ കൂടിയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ 11 ക്ലാസിക്കൽ ലാംഗ്വേജസ് ഉണ്ട്. പുതിയതായിട്ട് ബംഗാളി, അങ്ങനെ കുറെ ലാംഗ്വേജസ് ഉണ്ട്. മറാത്തിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ തന്നെ ഡീറ്റെയിൽ ക്ലാസ് ചെയ്തിട്ടുണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലാർജസ്റ്റ് കമ്മിറ്റി ഓഫ് ദ പാർലമെന്റ്? ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ദ കമ്മിറ്റി ഓൺ എസ്റ്റിമേറ്റ് ആണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് പാർലമെന്റിന്റെ ഏറ്റവും വലിയ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഷെഡ്യൂൾസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് റിഗാർഡിംഗ് ആന്റി ഡിഫെക്ഷൻ? നമുക്കറിയാം 10th ഷെഡ്യൂൾ ആണ്. കൂറുമാറ്റ നിരോധന നിയമം പറഞ്ഞിരിക്കുന്ന 10th ഷെഡ്യൂളിലാണ്. ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡഡ് ഉണ്ട്. അതെവിടെയാണ് ഇന്റർനാഷണൽ പീസ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. DPSP ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ DPSPയിലാണ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫങ്ഷൻസ് ഓഫ് ദ സെക്രട്ടേറിയറ്റ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ആണ്. സോറി, ഓഫ് ദ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിന്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത് പ്രിപ്പറേഷൻ ഓഫ് അജണ്ട ഫോർ ക്യാബിനറ്റ് മീറ്റിംഗ്സ് വരുന്നുണ്ട്. സെക്രട്ടറിയൽ അസിസ്റ്റൻസ് ടു ക്യാബിനറ്റ് കമ്മിറ്റീസും വരുന്നുണ്ട്. അലോക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, അങ്ങനെ ഒരു കാര്യം വരുമോ? ഇല്ല. അങ്ങനെയുള്ള കാര്യം ഒരിക്കലും അവിടെ വരത്തില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഡിസ്ക്രിഷണറി പവേഴ്സ് ഗീവൻ ടു ദ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഗവർണറായിട്ട് ബന്ധപ്പെട്ട്. ബി ആണ് ആൻസർ. ബി ആണ്. 1ഉം 3ഉം ആണ് കറക്റ്റ്. സെൻഡിങ് എ റിപ്പോർട്ട് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫോർ ഇമ്പോസിംഗ് ദ പ്രസിഡന്റ്സ് റൂള്. ഒരു സ്റ്റേറ്റിലെ, സംസ്ഥാനത്തിലെ പ്രസിഡന്റ്സ് റൂൾ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ പ്രസിഡന്റിന് റിപ്പോർട്ട് കൊടുക്കേണ്ടത് ആരാണ്? ഗവർണറാണ്. റിസീവിംഗ് സർട്ടൻ ബിൽസ് പാസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ഫോർ കൺസിഡറേഷൻ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. യൂണിയൻ ആണ് നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ രീതി എങ്ങനെയാണ്? സെൻട്രൽ ഗവൺമെന്റിനാണ് പവർ കൂടുതൽ. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്തെങ്കിലും ബില്ലൊക്കെ പാസ് ചെയ്താൽ പ്രസിഡന്റിന് ഇതിനു വേണ്ടി ഗവർണർ അയക്കണം. കാരണം ഗവർണർ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആണ്. ഓക്കെ. അപ്പോയിന്റ്മെന്റ് ഓഫ് ദ മിനിസ്റ്റേഴ്സും അവിടെ വേറെ കാര്യങ്ങളിലേക്ക് അത് പോകും. ഡിസ്ക്രിഷണറി പവേഴ്സ് എന്നാട്ടോ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഡിസ്ക്രിഷണറി പവർ എന്ന് പറഞ്ഞാൽ? അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കുക കേട്ടോ. ഗവർണർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഗവർണറിന്റെ ഡിസ്ക്രിഷണറി പവറിനകത്ത് വന്നൊരു കാര്യമാണത്. ഓക്കെ. അപ്പൊ അത് ഷുവറായിട്ടും ഓർത്തിരിക്കുക. എന്തൊക്കെയാണത്? ഒന്ന്, എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടെങ്കിൽ, അതായത് പ്രസിഡന്റ്സ് റൂള് കൊണ്ടുവരണമെങ്കിൽ എന്താണ്? ഉറപ്പായിട്ടും വിവേചന അധികാരമാണ്. ഡിസ്ക്രിഷണറി പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവേചന അധികാരം. അപ്പൊ 1ഉം 3ഉം ആണ്. ഉറപ്പായിട്ടും ഡിസ്ക്രിഷണറി പവർ ആണെന്ന് തന്നെ ഓർത്തിരിക്കുക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. only 1 ആണ് കറക്റ്റ്. The president shall make rules for the more convenient transaction of the business of the government of India and for the allocation among ministers of the said business. അങ്ങനെ ഒരു കാര്യമുണ്ട്. All executive actions of the government of India shall be expressed to be taken in the name of the prime minister. അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. only 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് നോൺ കോൺഫിഡൻസ് മോഷൻ. ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ് ചെയ്തതാണ്. ഉത്തരം വരുന്നത് സി ആണ്. ബോത്ത് 1 and 2. സി ആണ് വരുന്നത്. There is no mention of a non-confidence motion in the constitution. A motion of non-confidence can be introduced in the Lok Sabha only. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് നോൺ കോൺഫിഡൻസ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതാണ്. ഓക്കെ. The power of the Supreme Court of India to decide the dispute between the center and the state. ഇപ്പൊ നമ്മൾ കണ്ടതാ. ഉത്തരം ഓപ്ഷൻ ഏതാണ്? സി ആണ്. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണ്. സെന്ററും ഏതെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് തമ്മിൽ ഡിസ്പ്യൂട്ട് വന്നാലോ, രണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിലും നമ്മൾ
ഡിസ്പ്യൂട്ടോ വന്നാലോ അധികാര പരിധി സുപ്രീം കോടതിക്കാണ്. അത് വരുന്നത് അവരുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷന്റെ കീഴിലാണ്. The power to increase the number of judges in the Supreme Court of India is vested in പാർലമെന്റ് ആട്ടോ. സുപ്രീം കോർട്ടിലെ ജഡ്ജസിന്റെ നമ്പർ കൂട്ടണമെങ്കിൽ അതിനുള്ള അധികാരം വരുന്നത് പാർലമെന്റിലാണ്. ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് KS വരുന്നുണ്ട്, ഡിഗ്രിയുടെ മെയിൻസ് ഒക്കെ ഉടനെ തന്നെ വരും. അപ്പൊ നല്ല രീതിയിൽ UPSCയുടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ശരിക്കും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ എടുക്കുക. നല്ല ഡെപ്തിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.